വരുന്ന ഒരു വാർത്ത കൊല്ലത്തു നിന്നാണ്. സഹോദരിമാർ മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വീഴ്ച പറ്റിയെന്ന് കുടുംബം. മഞ്ഞപ്പിത്ത രോഗലക്ഷണങ്ങളോടെ എത്തിയ ഇവർക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. ആശുപത്രിയിലെത്തിയ ഇവർക്ക് കൃത്യമായ ചികിത്സ കിട്ടിയില്ലെന്ന് കുട്ടിയുടെ മാതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ആശുപത്രിയിൽ നിലത്ത് പായ വിരിച്ചാണ് കിടക്കേണ്ടി വന്നതെന്നും കുടുംബം പറയുന്നു. ആശ്രമത്തിൽ നിന്ന് റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജ് ചെന്നപ്പം പറഞ്ഞു IC കയറ്റേണ്ട പേഷ്യൻസ് ആണ്. അവർ IC കയറ്റിയില്ല, IC ബെഡില്ലെന്ന്. 4-ാം വാർഡിൽ കൊണ്ടുവന്ന് നിലത്ത് പായിട്ട് കിടത്തിയിരുന്നു. ഞങ്ങൾ ബാക്കിയുള്ളവരെയും കൂടെയൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾ നോക്കിക്കോളാം, വെയിറ്റ് ചെയ്യുന്നാണ് അവർ പറയുന്നത്. ഇത്രയും പേര് കിടക്കേണ്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. അവർ പറയുന്നതാ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. മൂത്ത കുട്ടിയുടെ സ്ഥിതി വളരെ മോശം, വായിക്കൂടെ ബ്ലഡ് വന്നപ്പോഴാണ് അവർ പറഞ്ഞ IC മാറ്റണമെന്ന്. അന്നേരം പറഞ്ഞത് IC കയറ്റണം, വെന്റിലേറ്ററിൽ കയറ്റണം. അതുവരെ അവർ നല്ല ചികിത്സയൊന്നും അല്ല ചെയ്തത്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം. ദിലീപ് ദേവസ്യ, എങ്ങനെയാണ് സഹോദരിമാരുടെ മരണം സംഭവിച്ചത് എന്ന ആശങ്ക അതേപടി തന്നെ അവരിപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചികിത്സ സമയത്ത് കിട്ടിയില്ല എന്നതല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും സുജിയ, ഞാൻ നിൽക്കുന്നത് 2 മക്കളെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വീടിന് തൊട്ട് മുൻപിലാണ്. ഈ തൊട്ട് താഴെയാണ് 2 കുട്ടികളെയും ദഹിപ്പിച്ചത്. 3 ദിവസത്തെ വ്യത്യാസത്തിലാണ് ഈ 2 കുട്ടികളുടെയും മരണമുണ്ടായത്. അതായത് മഞ്ഞപ്പിത്ത രോഗലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ എത്തിയതായിരുന്നു. ഇവിടെ നിന്ന് കൊല്ലം ആശ്രമത്തെ ഈസയിൽ നിന്ന് അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് അവിടെ നിന്ന് രോഗം മൂർച്ഛിച്ചിട്ട് പോലും ഒരു തരത്തിലുള്ള ചികിത്സ ലഭ്യമായിട്ടില്ല എന്നാണ് ആ കുടുംബ അമ്മ പറയുന്നത്. ഛർദ്ദിച്ച അവശയായി അവസാനം ഒടുവിൽ രക്തം പോലും ഛർദ്ദിച്ചതിന് ശേഷമാണ് ഒരു ചെറിയ പരിഗണന കിട്ടിയത്. അതിനുശേഷം മണിക്കൂറുകൾ മാത്രമേ ആ മകൾ ജീവിച്ചിരുന്നിട്ടുള്ളൂ. പിന്നീട് 2ാമത്തെ മകളും മരിച്ചു. ഇപ്പോൾ 3ാമത്തെ കുട്ടി അതീവ സീരിയസ് ആയിട്ട് കൊട്ടിയത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമ്മളോടൊപ്പം തന്നെ ഈ നാട്ടുകാരടക്കം ചേരുന്നുണ്ട്. വലിയ ആശങ്കയാണല്ലേ ഇത്രയും? ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 ആണെന്ന് പറയുന്ന വെറും പൊള്ളയായിട്ടുള്ള പറച്ചിൽ മാത്രമാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്വന്തം അച്ഛൻ വെളിയിൽ നിന്ന് വാങ്ങിച്ച പായയിൽ കിടന്ന് ഒരു 10 ദിവസത്തിലധികം കിടക്കുകയും 2 ദിവസം നിർത്താതെ ഛർദിൽ വരികയും അവസാനം ചോര ഛർദിക്കുന്നത് കണ്ടിട്ടും ഒന്ന് എടുക്കുവാൻ പോലും തയ്യാറായില്ല. ആ അച്ഛനാണ് വാരിയെടുത്തുകൊണ്ട് ആ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് പോകുന്നത്. ICUവിന് വേണ്ടി കേണ് യാചിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഒരു ICU സംവിധാനം ഒരുക്കിയില്ല. ആദ്യത്തെ കുട്ടി ചോര ഛർദിച്ചതിന് ശേഷം ICUവിലോട്ട് എടുത്തുകൊണ്ട് പോകുമ്പോഴും 2ാമത്തെ കുട്ടി മരണവെപ്രാളത്തിൽ ഛർദിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ആ കുട്ടിയെ ഒന്ന് താങ്ങിയെടുക്കാൻ പോലും കഴിഞ്ഞില്ല. 2 കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതിനുശേഷം ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യേണ്ട അത്യന്തം ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കാര്യം ആ വീട്ടുകാർക്ക് 2 കുരുന്നുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. മിടുക്കികളായ 2 കുട്ടികൾ, 19 വയസ്സുള്ള എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന, അതുപോലെ തന്നെ പോലീസിൻ്റെ എക്സാം എഴുതാൻ വേണ്ടിയിരിക്കുന്ന 2 കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അവസാനത്തെ അത്താണിയുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വളരെ വേഗം എടുത്തുകൊണ്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു ഗതികേടാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. ഈ പ്രദേശം എങ്ങനെയാണ്? ഈ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. ഒരുപാട് വെള്ളം മഴ പെയ്ത് കഴിഞ്ഞാലും കനാല് തുറന്നാലും വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ. പിന്നെ ആരോഗ്യ പ്രവർത്തകർ വളരെ നിർജ്ജീവമായാണ് നിൽക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരെ കൊണ്ട് ഒരു ഉപയോഗമില്ലാത്ത സ്ഥിതിയിലാണ് ഈ പ്രദേശം. മുതലശ്ശേരി പ്രദേശമാണ്, ഒരു കോളനി പ്രദേശമാണിത്. സുജിയ, ഞാൻ ഈ സ്ഥലവും കൂടി ഒന്ന് കാണിക്കാം. ഇതാണ് ഈ കുട്ടികളുടെ വീട്. അതായത് ഈ മരിച്ച 2 കുട്ടികളുടെ വീട് ഇതാണ്. തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഓവുചാൽ പോകുന്നത്. ആ ഓവുചാലിനോട് ചേർന്ന് തന്നെ കിണറുകളുണ്ട്. അങ്ങനെ ഈ പ്രദേശത്ത് ആരോഗ്യ പ്രവർത്തകർ എത്തുകയോ അത് കൃത്യമായ ബ്ലീച്ചിങ് പൗഡറൊക്കെ. ചേച്ചി, ഇവിടെ ആരോഗ്യ പ്രവർത്തകർക്ക് ബ്ലീച്ചിങ് പൗഡർ ഇല്ല 3 വർഷമായി 3 വർഷത്തിനിടയിൽ വെച്ച് ഇന്നലെ കൊണ്ടുവന്നിട്ടു. ചെന്നാലും അവർ തരത്തുമില്ല. അങ്ങനെ കണ്ടായിരിക്കും. ഇല്ലെന്നാ പറയുന്നത്. അങ്ങനെ ബ്ലീച്ചിങ് പൗഡർ അവിടെ ഇരിപ്പില്ല എന്നുള്ളതാ പറഞ്ഞത്. പക്ഷേ മെനിഞ്ഞാന്ന് ഈ പ്രശ്നം നടന്നപ്പോൾ ഒരു പെട്ടി ബ്ലീച്ചിങ് പൗഡർ ഇവിടെ കൊണ്ടുവന്ന് ഓരോ തീപ്പെട്ടി പടം എല്ലാ കിണറുകളിലും അവർ തന്നെ കൊണ്ടുവന്ന് കലക്കി ഒഴിച്ചിട്ട് പോയി. ഇവിടെ എല്ലാ വശത്തും ഇതുപോലെ താഴ്ന്ന പ്രദേശം തന്നെയാണോ? ഉയർന്നൊന്നുമില്ല. ഏതാണ്ട് 65-70 വർഷത്തോളം ആയതാ ഇത്. ഇനി നമ്മളെ കേന്ദ്ര സർക്കാരിൻ്റെ ഭൂമിയാണ്. ഇത് മൈനർ ഇറിഗേഷൻ്റെ ഭൂമിയാണ്. നമ്മളെ കല്ലട ഇറിഗേഷന് വേണ്ടി എടുത്തിൻ്റെ ഭൂമിയാണ്. അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇരുന്ന കാലത്തുള്ള. ആരോഗ്യ പ്രവർത്തകർ വരാനുണ്ട്, ആശാ പ്രവർത്തകരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ആവശ്യത്തിന് ആരും
ഉപകരിക്കുന്നില്ല അതാണ് എന്നുള്ളതാ എല്ലാവരും സത്യം. വന്നു പോയാൽ പ്രിയ പോരല്ലോ കേട്ടല്ലോ, ദിലീപ്. ആരും ഇതിന് അവിടെ ആവശ്യത്തിന് മലിനജലമാണോ? ഒരാൾക്ക് മഞ്ഞപ്പിത്തം പിടിപെടുമ്പോൾ സമീപ പ്രദേശങ്ങളിലൊക്കെ മഞ്ഞപ്പിത്തം പടരാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയുള്ള മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടതാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം അടക്കം പൂർത്തിയാക്കേണ്ടതാണ് വിവിധയിടങ്ങളിൽ. ഇത് ഒരിടത്തെ മാത്രം കാര്യമല്ല. ആ കുട്ടികളുടെ ജീവൻ നഷ്ടമായതിനു ശേഷമെങ്കിലും ഇക്കാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തം അധികൃതർ കാണിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.